Hello students, next general mathematical problems ആണ്. അപ്പോൾ എന്താണ് അതിന്റെ general form അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. In mathematical model of the system occur variable x equal to x1 x2 etc xn which can be controlled and varied and parameters over which there is no control. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn ആ ഇൻട്യൂപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത്. പ്ലെയിൻ ആണ് തന്നെ തന്നേക്കണമെങ്കിൽ അതിൽ x1 x2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സ്പേസ് ആണെങ്കിൽ x1 x2 x3 അങ്ങനെ ഒരു യൂക്ലിഡിയൻ സ്പേസിലെ വേരിയബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് x1 x2 എക്സെട്ര xn. ഓക്കെ, ഇതാണ് ഒരു പാരാമീറ്റർ എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ വേരിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേറ്റർ ആർ ടു ബി റിഗാർഡ് ആസ് given constraints എന്നാണ് കേട്ടോ, ഇവിടെ കോൺസ്റ്റൻസ് എന്നല്ല കൺസ്ട്രെയിൻസ്. പിന്നെ അതിൽ തന്നിട്ടുണ്ടാവുക കൺസ്ട്രെയിൻസ് ആണ്. ദ ലിമിറ്റേഷൻസ് ഓൺ എക്സ് വെൻ പുട്ട് ഇൻ മാത്തമാറ്റിക്കൽ ടേംസ് കോൾഡ് കൺസ്ട്രെയിൻസ് ഓഫ് ദ ടൈപ്പ്. ഈ എക്സിൽ വരുന്ന ലിമിറ്റേഷൻസ് അതാണ് ഇവിടെ തന്നിട്ടുണ്ടാവുക. പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ GI of x less than or equal to 0 for I equal to 1 2 3 etc up to p. ഇങ്ങനൊരു കണ്ടീഷൻ തരാം. അല്ലെങ്കിൽ GI of x greater than or equal to 0 for I equal to p plus 1 p plus 2 etc r. GI of x equal to 0 for I equal to r plus 1 r plus 2 etc m. ഇങ്ങനെയൊക്കെ തരുന്നതിനെയാണ് ഒരു കൺസ്ട്രെയിൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Where GI of x are the real valued functions of x and it is possible to convert an inequality into an equation by introducing an extra variable. അപ്പോൾ ഇതാണ് ഒരു കൺസ്ട്രെയിൻറ്റിൻ്റെ ഫോം. അപ്പോൾ വാരിയബിൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, കൂടാതെ അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ് മിക്കവാറും ഇൻഇക്വാലിറ്റി ആയിരിക്കും. ഇൻഇക്വാലിറ്റി ആണ് എങ്കിൽ എങ്ങനെ ഇക്വാലിറ്റി ആക്കാം എന്നുള്ളതാണ് ആ ഇക്വേഷനെ. അപ്പോൾ GI of x less than or equal to 0 എന്നാണ് കൺസ്ട്രെയിൻറ്റ് എങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു വേരിയബിൾ xn പ്ലസ് i x1 മുതൽ xn വരെ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ, വേരിയബിൾ ആയിട്ട് ഉണ്ടാവുമല്ലോ. തൊട്ടടുത്ത വേരിയബിൾ ഇപ്പോൾ x1 x2 x3 വരെയുള്ള ഒരു പ്രോബ്ലം ആണ് എങ്കിൽ x4 എന്ന് പറയുന്ന നെക്സ്റ്റ് വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിന് ഇക്വാലിറ്റി ആക്കി മാറ്റാം. വേറെ xn പ്ലസ് i ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്തത് ഇപ്പോഴത്തെ കൺസ്ട്രെയിൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. GI of x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് GI of x മൈനസ് xn പ്ലസ് i ആണ് ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ മൈനസ് xn പ്ലസ് i ആണ് ഈക്വൽ ടു 0 ആക്കാനായിട്ട് ചെയ്യേണ്ടത്. വേറെ xn പ്ലസ് i ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന വാരിയബിളിനെ ദ വേരിയബിൾ xn പ്ലസ് i സോ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1 ഈസ് കോൾഡ് ദി സ്ലാക്ക് വേരിയബിൾ. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന വേരിയബിളിന് സ്ലാക്ക് വേരിയബിൾ എന്നും ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന വേരിയബിളിന് സർപ്ലസ് വേരിയബിൾ എന്നുമാണ് പറയുക. ഇപ്പോൾ കൺസ്ട്രെയിൻറ്റ് നെഗറ്റീവ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എങ്കിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഇക്വാലിറ്റി ആക്കി മാറ്റുന്നത്. അതിനെ സ്ലാക്ക് വേരിയബിൾ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺസ്ട്രെയിൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് ഈക്വാലിറ്റി ആക്കി മാറ്റുന്നത്. അതിനെ നമ്മൾ സർപ്ലസ് വേരിയബിൾ എന്നാണ് പറയുക. The function f of x to be optimized is called performance index, utility measure, return measure, objective function etc. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അത് മാക്സിമൈസ് ചെയ്യാനോ മിനിമൈസ് ചെയ്യാനോ ഒരു എഫ് ഓഫ് എക്സ് ഒന്നുണ്ടായിരിക്കും. അങ്ങനെ ഏതിനെയാണോ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ ഇവിടെ OP ആണ് കേട്ടോ, B അല്ല, ഒപ്റ്റിമൈസേഷൻ OP ആണ്. ഈസ് കോൾഡ് ദി പെർഫോമൻസ് ഇൻഡെക്സ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി മെഷർ, റിട്ടേൺ മെഷർ. സാധാരണ നമ്മളതിനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് സാധാരണ പറയാറ്. ഈ പേരുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. ജനറൽ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മേ ബി സ്റ്റേറ്റഡ് ആസ് ഫോളോസ്. മാത്തമാറ്റിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പറയുന്നത് അതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെയാണ്. ലെറ്റ് f of x GI of x for I equal to 1 2 3 etc m be real valued functions in x in En. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് എക്സ് ഇൻ ഇനിലുള്ള ഒരു വേരിയബിൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും GI of x അതായത് കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ടായിരിക്കും. And let S be the subset of En containing all the points satisfying the constraint GI of x less than or equal to 0. എസ്സിലാണ് എല്ലാ GI of x less than or equal to 0 എന്നുള്ള കൺസ്ട്രെയിൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. To find x naught belongs to S contained in En, f of x naught is global minimum in x for every x in S. GI of x equal to 0 for I equal to 1 2 3 etc m and x greater than or equal to 0.
where S is a convex set and f of x and g of x are convex functions. The problem is called convex programming. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഫോം. ഇനി അതിൽ തന്നെ ഈ എക്സ് നോട്ട് ബിലോങ്സ് ടു എസ് കണ്ടുപിടിക്കണം. കണ്ടെയ്ൻഡ് ഇൻ ഇ എൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഗ്ലോബൽ മിനിമം. അതായത് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം പ്രോബ്ലം. മിനിമം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സിനെ മിനിമൈസ് ചെയ്യുക. ആൻഡ് ജി ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0. കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നമ്മളതിനെ കൺസ്ട്രെയിൻറ്റിനെ ഈക്വൽ ടു 0 ആക്കിയിട്ടുണ്ട് ഇവിടെ. വേർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. വേർ എസ് ഈസ് ദ കോൺവെക്സ് സെറ്റ്. ആ എസ് തന്നിരിക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റ് ഒരു കോൺവെക്സ് സെറ്റും എഫ് ഓഫ് എക്സ് ഒരു കോൺവെക്സ് എഫ് ഓഫ് എക്സും ജി ഐ ഓഫ് എക്സും കോൺവെക്സ് ഫംഗ്ഷൻസും ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ ഒരു പ്രോബ്ലം എങ്കിൽ അത്തരത്തിലുള്ള പ്രോബ്ലത്തിൻ്റെ പേരാണ് കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഇപ്പോൾ ഒരു കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സിനെ മിനിമൈസ് ചെയ്യലായിരിക്കണം പ്രോബ്ലം. ജി ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ എസ് ഒരു കോൺവെക്സ് സെറ്റ്, എഫ് ഓഫ് എക്സും ജി ഐ ഓഫ് എക്സും കോൺവെക്സ് ഫംഗ്ഷൻസ്. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള കുറച്ച് അസൈൻമെൻ്റ് ആണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കോ. ഈ ഒരു 5 പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് വരിക കേട്ടോ. നോട്ട്ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് നമുക്കൊരു മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഒന്ന് നോക്കി നോക്കാം. മാക്സിമൈസ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി LPP ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്കത് പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടെ നോക്കാം. മാക്സിമൈസ് z ഈക്വൽ ടു 3x1 plus 4x2 സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് 4x1 plus 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80, 2x1 plus 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180. മാക്സിമൈസേഷൻ ആണ് പ്രോബ്ലം. കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പ്രോഗ്രാമിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ സാധാരണ എന്താ ചെയ്യാറ്? കൺസ്ട്രെയിൻസ് എടുക്കും. കൺസ്ട്രെയിൻസിനെ ഇക്വാലിറ്റി ആയിട്ട് എഴുതും. അപ്പോൾ നമുക്ക് പ്ലെയിനിലായതുകൊണ്ട് ഇവിടെ 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കിട്ടുക. ഈ 2 സ്ട്രെയിറ്റ് ലൈൻസും നമ്മൾ വരയ്ക്കാനായിട്ട് ഇത് അവിടെ പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. പോയിന്റ്സ് നമ്മൾ ആ മിനിമം പോയിന്റ്സ് എടുക്കുള്ളൂ. x1 0 ആകുന്ന പോയിന്റും x2 0 ആകുന്ന പോയിന്റും കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 2 ലൈൻസ് അവിടെ വരയ്ക്കും. ഈ 2 ലൈൻസ് വരച്ചിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ആ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡാണോ അപ്പുറത്തെ സൈഡാണോ റിക്വയർഡ് റീജിയൻ എന്നുള്ളത് കണക്കാക്കാനായിട്ട് ഇവിടെ നോക്കിയപ്പോൾ 4x1 plus 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 എന്നാണ് കണ്ടീഷൻ അല്ലേ? നമ്മൾ ഈ 4x1 plus 3x2 എന്നുള്ള ഈ ലൈൻ ഇവിടെ വരയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിൽ നിന്നുള്ള ഓരോ പോയിന്റ്സ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കും അത് എവിടെയാണ് വരുന്നതെന്നുള്ളത്. 2 സൈഡിലുള്ള പോയിന്റ്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നതിൽ ഏറ്റവും എളുപ്പം നമുക്ക് 0 0 എന്നുള്ള പോയിന്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലാണ് 0 0 എന്നുള്ള പോയിന്റ് ഇതിൻ്റെ ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ 0 0 എന്നുള്ള പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 plus 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറിജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഭാഗമാണ് അതിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലേ? ഇതറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ 0 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഈ താഴത്തേക്കുള്ള ഭാഗമാണ്. മുകളിലേക്കുള്ള ഭാഗത്തിൽ 0 0 വരുന്നില്ല. അപ്പോൾ ഈ ലൈനിൻ്റെ താഴേക്കുള്ള ഭാഗമാണ് ഈ കൺസ്ട്രെയിൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്ത ലൈൻ എടുക്കുക. 2x1 plus 5x2 ഈക്വൽ ടു 180. അതിലും നമുക്ക് അതിൻ്റെ ഒറിജിനെ കണ്ടെയ്ൻ ചെയ്യുന്നുള്ള ഭാഗമുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള വേറൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിലും അതെ 0 0 എന്നുള്ള പോയിന്റ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 plus 0 0 ലെസ് ദാൻ ഈക്വൽ ടു 180. അപ്പോൾ 0 0 ഉൾപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ കണ്ടീഷനെ കൺസ്ട്രെയിൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പാർട്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ലൈനിൻ്റെ താഴേക്കാണ് നമുക്ക് ഈ പറഞ്ഞ റിക്വയർഡ് റീജിയൻ വരിക. അപ്പോൾ ഇനി നോക്കിയ ഇതിൻ്റെയും താഴേക്ക് അതിൽ തന്നെ x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വാരിയബിളിൻ്റെ റെസ്ട്രിക്ഷനും കൂടെ നിങ്ങൾ നോക്കണം. കൺസ്ട്രെയിൻറ്റും നോക്കണം, വേരിയബിളിൻ്റെ റെസ്ട്രിക്ഷനും കൂടെ നോക്കണം. അങ്ങനെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന റീജിയനാണ് നമ്മുടെ ആ ഫീസിബിൾ റീജിയനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലത്തിൽ അതിൻ്റെ കോർണർ പോയിൻറ്റ്സിലാണ് എപ്പോഴും മാക്സിമോ മിനിമോ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ കോർണർ പോയിൻറ്റ്സ് എടുക്കും. കോർണർ പോയിൻറ്റ്സ് കിട്ടാനായിട്ട് ശരിക്കും ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കണം. ഇവിടെ പിന്നെ ഇതിപ്പോൾ നമ്മൾ വരച്ചപ്പോൾ ഉള്ള പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഈ കോർണർ പോയിൻറ്റ്സ് ഒന്ന് ഇത് 30,0യും ഇത് 20, ഇത് 0,30യും ഇത് 20,0യും പിന്നത്തെ ഒരു റീജിയൻ വരുന്നത് ഇത് 0 0 ഒറിജിനുമാണ്. 3 കോർണർ പോയിൻറ്റ്സ് വരുന്നത് 0,30 അല്ല 0,80/3 ആണ് കേട്ടോ.
അത് സോൾവ് ചെയ്ത് നോക്കിയിട്ട് ഇത് ഏതാ പോയിന്റ് എന്നുള്ളത് സോൾവ് ചെയ്ത് അതെവിടെ 0 ഇതിന് കറസ്പോണ്ടിങ് വരുന്ന പോയിൻ്റാണ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. 0,80/3 0 0 20,0 അങ്ങനെയാണ് 3 പോയിന്റ്സ് കിട്ടുന്നത്. അവിടെ സെഡിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ 3 പോയിന്റിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്തായാലും മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ 3 പോയിന്റിൽ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0,80/3 106.666ഉം 00 Z=0യും പിന്നെ ഇതിൽ Z=60യും. അപ്പോൾ മാക്സിമൈസേഷനാണ് പ്രോബ്ലം. മാക്സിമം വാല്യൂ വരുന്നതാണ് നോക്കേണ്ടത്. മാക്സിമം വാല്യൂ വരുന്നത് 0,80/3 അത് 106.66 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് ലീനിയർ പ്രോഗ്രാമിംഗ് ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് അതും 2 വേരിയബിൾ കേസ് ആണെങ്കിൽ സോൾവ് ചെയ്യുക. ഓക്കെ, അടുത്തത് മാക്സിമൈസ് Z=5x1 - x2. ഇതാണ് 3 കൺസ്ട്രെയിൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. എല്ലാം >= <= ഒക്കെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. x1 x2 ഈസ് > (= 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം നോക്കിയാൽ മതി. അതിൽ 3 ഇൻഇക്വാലിറ്റി തന്നിരിക്കണേനെ 3നെയും ഇക്വാലിറ്റി ആക്കി എഴുതുക. 3 ലൈൻസ് അവിടെ വരയ്ക്കുക. ദെൻ നിങ്ങൾ ഡോട്ടിലേക്ക് എഴുതുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈന് കറസ്പോണ്ടിങ് ഇതിൻ്റെ താഴത്തേക്കാണ് റീജിയൻ വരുന്നത്. സെക്കൻഡ് ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെക്കൻഡ് ലൈനിൻ്റെ താഴത്തേക്കാണ് വരുന്നത്. പക്ഷേ തേർഡ് ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് അത് അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ 3നും കൂടി 2 എണ്ണത്തിന് കോമൺ ആയിട്ടുള്ള റീജിയൻ വരുന്നുണ്ട്. പക്ഷേ 3 എണ്ണത്തിന് കോമൺ ആയിട്ടുള്ള റീജിയൻ നമുക്കവിടെ കിട്ടുന്നില്ല. 3നും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ 3 കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിലും 3നും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ നമുക്കവിടെ കിട്ടണമായിരുന്നു. പക്ഷേ 2 എണ്ണത്തിന് കോമൺ കിട്ടുന്നുണ്ട്, 3 എണ്ണത്തിന് കോമൺ ആയിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ മീനിങ് നോ കോമൺ ഏരിയ, സോ നോ ഫീസിബിൾ റീജിയൻ ആൻഡ് നോ ഫീസിബിൾ സൊല്യൂഷൻ. ഫീസിബിൾ റീജിയൻ കിട്ടുന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ അവിടെ നോ ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ അവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അത് വരച്ച് നോക്കിയിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ.